സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത 10th പ്രിലിമിനറി എക്സാമിന് തയ്യാറെടുക്കുന്നവർ മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? അരുണാചൽ പ്രദേശിനാണ്. അരുണാചൽ പ്രദേശ്. സെമി ക്രയോജനിക് എൻജിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ്. സെമി ക്രയോജനിക് എൻജിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ് അഗ്നിബാൺ. റോക്കറ്റിന്റെ പേര് അഗ്നിബാൺ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് ഐറ എന്നത്. സംവിധാനം ചെയ്തത് സാം ഭട്ടാചാര്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് ഐറ. സംവിധാനം സാം ഭട്ടാചാര്യ. GI ടാഗ് ലഭിച്ച കത്തിയ ഗഹു എന്ന ഗോതമ്പ് ഇനം ഏത് സംസ്ഥാനത്തിലാണ്? GI ടാഗ് ലഭിച്ച കത്തിയ ഗഹു എന്ന ഗോതമ്പ് ഇനം ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ്. ഇത് ധുരം ഗോതമ്പ് എന്നും അറിയപ്പെടുന്നു. ധുരം ഗോതമ്പും എന്നും അറിയപ്പെടുന്നു. എവിടെയാണ്? ഉത്തർപ്രദേശിൽ. 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞിന് നൽകിയ പേര്. 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞിന് നൽകിയ പേര് മുഖി എന്നാണ്. മധ്യപ്രദേശിലെ കൂനോ ദേശീയോദ്യാനത്തിലായിരുന്നു. ചീറ്റക്കുഞ്ഞിന്റെ പേര് മുഖി. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്? 75 വർഷങ്ങൾക്ക് ശേഷം. ലോകത്ത് ആദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം ഓം ശിവ മന്ദിർ നിലവിൽ വന്നത് പാലിയിലാണ്. രാജസ്ഥാനിലെ പാലിയിലാണ് ലോകത്ത് ആദ്യമായിട്ട് ഓം ആകൃതിയിലുള്ള ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ പേര് ഓം ശിവ മന്ദിർ. നിലവിൽ വന്നത് രാജസ്ഥാനിലെ പാലി. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത്. ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് IIT ബോംബെയാണ്. IIT ബോംബെ. കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹരപ്പൻ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ പട്താബേട്ട് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. ഏത് സംസ്കാരത്തിന്റെയാണ് ശേഷിപ്പുകൾ കണ്ടെത്തിയത്? ഹരപ്പൻ സംസ്കാരത്തിൻ്റെതാണ് കണ്ടെത്തിയത് കേരള സർവകലാശാലയിലെ ഗവേഷകർ. പട്താബേട്ട്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവിക. പേര് ദേവിക. കാൻ ചലച്ചിത്രമേളയിൽ ഛായാഗ്രഹണ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയർ ആന്റിനോ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഛായാഗ്രഹകൻ. പിയർ ആന്റിനോ പുരസ്കാരത്തിന് അർഹനായത് സന്തോഷ് ശിവനാണ്. ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ. കാൻ ചലച്ചിത്രമേളയിൽ ഛായാഗ്രഹണ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയർ ആന്റിനോ പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് സന്തോഷ് ശിവൻ. കാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസർട്ടൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് അനസൂയ സെൻഗുപ്ത. ചിത്രം ദി ഷെയിംലെസ്. ചിത്രത്തിന്റെ പേര് ദി ഷെയിംലെസ്. കാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസർട്ടൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് അനസൂയ സെൻഗുപ്ത. കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം. കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നത്. സംവിധാനം പായൽ കപാഡിയ. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഒരു സീസണിൽ 2 തവണ എവറസ്റ്റ് കൊടുമുടിയും ലോട്ട്സെ കൊടുമുടിയും കീഴടക്കിയ ആദ്യ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ.
സത്യദീപ് ഗുപ്തയാണ് ഒരു സീസണിൽ 2 തവണ എവറസ്റ്റ് കൊടുമുടിയും ലോട്ട്സെ കൊടുമുടിയും കീഴടക്കിയ ആദ്യ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരനാണ് സത്യദീപ് ഗുപ്ത. ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്നത് വാരണാസിയിലാണ്. വാരണാസി. കാനഡയിലെ മക്ഗിൽ സർവകലാശാലയിൽ നിന്ന് ഓണററി ബിരുദം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞ ഡോക്ടർ സൗമ്യ സ്വാമിനാഥനാണ്. ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണി കുതിരകളെ സംരക്ഷിക്കാൻ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. മണിപ്പൂരാണ് 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ചത്. പോളോ മത്സരത്തിന് ഉപയോഗിക്കുന്ന കുതിരകളാണ് പോളോ പോണി കുതിരകൾ എന്ന് അറിയപ്പെടുന്നത്. പോളോ പോണി. 2024 അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി രഘുനന്ദൻ കമ്മത്താണ്. രഘുനന്ദൻ കമ്മത്താണ് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം 2024 അന്തരിച്ചു. നാച്ചുറൽസ് ഐസ്ക്രീം സ്ഥാപകൻ. യുണിസെഫിന്റെ ഇന്ത്യയിലെ അംബാസിഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം കരീന കപൂറാണ്. യുണിസെഫിന്റെ ഇന്ത്യയിലെ അംബാസിഡറായിട്ട് നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം കരീന കപൂർ. ഇന്ത്യ അന്റാർട്ടിക്കയിൽ 4 വർഷത്തിനകം സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന് നൽകിയ പേര് മൈത്രി 2 എന്നാണ്. എവിടെയാണ്? അന്റാർട്ടിക്കയിൽ. ആനകളെ ട്രെയിൻ ഇടിക്കാതിരിക്കാൻ റെയിൽവേയുടെ പുതിയ നിർമ്മിത ബുദ്ധി പദ്ധതിയാണ് ഗജരാജ. ആനകളെ ട്രെയിൻ ഇടിക്കാതിരിക്കാൻ റെയിൽവേയുടെ പുതിയ നിർമ്മിത ബുദ്ധി പദ്ധതിയാണ് ഗജരാജ. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ 2024 ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 39-ാമതാണ്. 39-ാമത്. 1-ാമത് അമേരിക്കയാണ്. മേഘാലയയിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് ശക്തി. എവിടെ വെച്ചാണ് നടന്നത്? മേഘാലയയിലാണ്. ഏതൊക്കെ രാജ്യങ്ങളുടേതാണ്? ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസം. പേര് ശക്തി. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന്റെ 50-ാം വാർഷികം ആചരിച്ചത് എന്ന്? 2024 മെയ് 18-നാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന്റെ 50-ാം വാർഷികം ആചരിച്ചത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യ വിതരണ ശൃംഖലയെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിന് കീഴിലാക്കുന്ന കേന്ദ്ര പദ്ധതിയാണ് സ്മാർട്ട് PDS എന്നത്. സ്മാർട്ട് PDS. ഇന്ത്യൻ വ്യോമസേന പരീക്ഷിച്ച പുതിയ എയർ ടു സർഫസ് മിസൈൽ. എയർ ടു സർഫസ് മിസൈലാണ് ക്രിസ്റ്റൽ മെയ്സ് 2. മിസൈലിന്റെ പേര് ക്രിസ്റ്റൽ മെയ്സ് 2. ഗ്രീൻ എനർജി കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായത് അനീഷ് ശേഖർ ആണ്. അനീഷ് ശേഖർ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ നിലവിൽ വന്നത്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ നിലവിൽ വന്നത് തമിഴ്നാട്ടില് മണ്ഡപത്താണ്. തമിഴ്നാട്ടില് മണ്ഡപം. തീവണ്ടികളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകാനും അവരുടെ യാത്രാ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമുള്ള പദ്ധതിയാണ് മേരി സഹേലി എന്നത്. പദ്ധതിയുടെ പേര് മേരി സഹേലി. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനം FWD-200 ആണ്. FWD-200. 2024 ഏപ്രിലിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈൽ നിർഭയ്. മിസൈലിന്റെ പേര് നിർഭയ്. ഇന്ത്യയിലെ കർഷകർക്കായി വാർത്തകളും വിവരങ്ങളും പങ്കിടുന്നതിനായി ദൂരദർശൻ DD കിസാൻ ചാനൽ അവതരിപ്പിക്കുന്ന AI അവതാരകർ ആരൊക്കെയാണ്? AI കൃഷ്, AI ഭൂമി എന്നിവരാണ്. AI കൃഷ്, AI ഭൂമി. ഇന്ത്യയിലെ ആദ്യ വെർച്വൽ കാർഡ് പിക്സൽ പുറത്തിറക്കിയ ബാങ്ക്
HDFC ആണ് ഇന്ത്യയിലെ ആദ്യ വെർച്വൽ കാർഡ് പിക്സൽ പുറത്തിറക്കിയ ബാങ്ക് HDFC. സൗരോർജ ഉൽപാദനത്തിൽ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമായിട്ട് മാറിയത്. സൗരോർജ ഉൽപാദനത്തിൽ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമായിട്ട് മാറിയത് ചൈനയാണ്. ഇന്ത്യക്ക് 3-ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യക്ക് 3-ാം സ്ഥാനം. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് 2 സംയുക്ത അഭ്യാസത്തിന്റെ വേദി. ഗഗൻ സ്ട്രൈക്ക് 2 സംയുക്ത അഭ്യാസത്തിന്റെ വേദി പഞ്ചാബാണ്. പഞ്ചാബ്. 2024 മെയ് 20 മുതൽ ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തത് CISF ആണ്. CISF 2024 മെയ് 20 മുതൽ ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തത് CISF. എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവിതകഥ പറയുന്ന സിനിമ. എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവിതകഥ പറയുന്ന സിനിമയാണ് ടെൻസിംഗ്. ഏതു രാജ്യത്തെ സുപ്രീം കോടതിയാണ് പ്രഗ്നന്റ് വുമൺ എന്നതിനു പകരം പ്രഗ്നന്റ് പേഴ്സൺ എന്ന പദം ഉപയോഗിക്കണമെന്ന് പ്രസ്താവിച്ചത്? ഇന്ത്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് പുനെയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് പുനെ. ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നക്ഷത്ര സഭ നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നക്ഷത്ര സഭ നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യമാണ് അമേരിക്ക. 4-ാം സ്ഥാനം ഇന്ത്യ. ഇന്ത്യയുടെ സഹകരണത്തോടെ ശ്രീലങ്കയിൽ നവീകരിക്കുന്ന തുറമുഖം കാങ്കാസന്തുറൈ തുറമുഖം. കാങ്കാസന്തുറൈ തുറമുഖം. ഇന്ത്യയിൽ വ്യാപകമായി നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ തടയാനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് പ്രതിബിംബ്. സോഫ്റ്റ്വെയറിന്റെ പേര് പ്രതിബിംബ്. ലോകസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട 29ാമത്തെ MP മുകേഷ് ദലാൽ ആണ്. സൂറത്തില് മുകേഷ് ദലാൽ. സ്ത്രീധനത്തിൽ ഭർത്താവിന് അവകാശമില്ല എന്ന് അടുത്തിടെ വിധിച്ച കോടതി സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി. ഡാറ്റ വിനിമയത്തിൽ 1-ാം സ്ഥാനത്തുള്ള കമ്പനി റിലയൻസ് ജിയോ. ഇന്ത്യയിലെ പുതിയ റാംസാർ സൈറ്റുകളാണ് നാഗി പക്ഷി സങ്കേതം, നക്തി പക്ഷി സങ്കേതം എന്നിവ. ബീഹാറിലാണ് ഇന്ത്യയിലെ പുതിയ റാംസാർ സൈറ്റുകൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള രാജ്യം UK ആണ്. 175 റാംസാർ സൈറ്റുകളാണ് ഉള്ളത്. പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി 2024 നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ആണ്. PV സിന്ധു. ഇന്ത്യയിൽ ആദ്യമായി വനമേഖലയിൽ കാട്ടുതീ നേരത്തെ കണ്ടെത്താൻ AI അധിഷ്ഠിത സംവിധാനം സ്ഥാപിക്കപ്പെട്ട ടൈഗർ റിസർവ് ആണ് പെഞ്ച് ടൈഗർ റിസർവ്. ഗുജറാത്തിലെ ഗീർ വനത്തിലുള്ള ബനേജ് പോളിംഗ് സ്റ്റേഷനിലെ ഏക വോട്ടറുടെ പേര്. ഗുജറാത്തിലെ ഗീർ വനത്തിലുള്ള ബനേജ് പോളിംഗ് സ്റ്റേഷനിലെ ഏക വോട്ടറുടെ പേര് മഹന്ത് ഭാരത് ദാസ് ദർശൻ ദാസ്. മഹന്ത് ഭാരത് ദാസ് ദർശൻ ദാസ്. ആദ്യമായി ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഗ്രേറ്റ് നിക്കോബാറിലെ ഗോത്ര വിഭാഗം ഷോംപെൻ ആണ്. ഷോംപെൻ. 18ാമത് ലോകസഭയിലെ പ്രോടൈം സ്പീക്കറായിട്ട് നിയമിതനായത് ഭർതൃഹരി മെഹ്താബ്. 2024 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഇന്ത്യയിലെ മുഖ്യവേദി ശ്രീനഗർ ആയിരുന്നു. ശ്രീനഗർ. 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽ പാലം നിലവിൽ വരുന്നത് റിയാസിലാണ്. ചിനാബ് നദിക്ക് മുകളിൽ റിയാസി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് പാലം, റെയിൽ പാലം. 2024 അന്തരിച്ച പ്രൊഫസർ CV ചന്ദ്രശേഖർ ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? ഭരതനാട്യം നർത്തകനാണ്. 2024 നടക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസം
തരംഗ് ശക്തി. അഭ്യാസത്തിന്റെ പേര് തരംഗ് ശക്തി. യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗുജറാത്തിലെ മ്യൂസിയമാണ് സ്മൃതി വൻ. ഭുജ് ഭൂകമ്പത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നിർമ്മിച്ച മ്യൂസിയമാണ് സ്മൃതി വൻ. യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗുജറാത്തിലെ മ്യൂസിയമാണ് സ്മൃതി വൻ. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അധികം സമുദ്ര മത്സ്യ ലഭ്യതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ആത്മഹത്യാ ഡ്രോൺ നാഗാസ്ത്ര 1. 2024 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 108-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനം ഫിൻലാൻഡിനാണ്. 1-ാം സ്ഥാനം ഫിൻലാൻഡ്. 2024 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 116-ാണ്. 1-ാം സ്ഥാനം ഐസ്ലാൻഡിനാണ്. 1-ാം സ്ഥാനം ഐസ്ലാൻഡ്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രമുഖ നേതാക്കളുടെയും പ്രതിമകൾ സ്ഥാപിച്ച പ്രേരണാ സ്ഥൽ ഉദ്ഘാടനം ചെയ്തത് ജഗദീപ് ധൻകർ ആണ്. ജഗദീപ് ധൻകർ. മെർസർ നടത്തിയ 2024 കോസ്റ്റ് ഓഫ് ലിവിംഗ് സർവേ അനുസരിച്ച് ജീവിക്കാൻ ഏറ്റവും ചെലവേറിയ ഇന്ത്യൻ നഗരം മുംബൈയാണ്. മുംബൈ. 18ാമത് ലോകസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 2024 ജൂൺ 24-നാണ്. 2024 ജൂൺ 24. 18ാമത് ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഈ ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദി ഗംഗാ നദിയാണ്. ഈ ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ. മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി മിഷൻ നിശ്ചയ തുടങ്ങുന്ന സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചാബ്. 2024 പുറത്തുവന്ന ആഗോള ലിംഗസമത്വ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 129-ആണ്. 1-ാം സ്ഥാനം ഐസ്ലാൻഡിനാണ്. 1-ാം സ്ഥാനം ഐസ്ലാൻഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക് കർണാടകത്തിലാണ്. ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക് കർണാടകം. ടീസ്റ്റ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ബംഗ്ലാദേശാണ്. ഏത് നദിയുടെ ജലമാണ്? ടീസ്റ്റ നദീജലമാണ്. 53ാമത് GST കൗൺസിൽ മീറ്റിംഗിന്റെ വേദി ന്യൂഡൽഹിയാണ്. എല്ലാ മന്ത്രിമാരും അവരുടെ ശമ്പളത്തിനും അലവൻസിനും ആദായ നികുതി നൽകണമെന്ന് തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. കാർഗിൽ വിജയ് ദിവസത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ആർമി വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത ബലൂബർ യുദ്ധ സ്മാരക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ലഡാക്ക്. ഇന്ത്യക്കുള്ളിൽ പറക്കുന്ന വിമാനങ്ങളിൽ ഉൾപ്പെട്ട ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹം. ഇന്ത്യക്കുള്ളിൽ പറക്കുന്ന വിമാനങ്ങളിൽ ഉൾപ്പെടെ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹമാണ് GSAT-N2. 2024 ജൂലൈയിൽ അന്തരിച്ച ജൈവ കൃഷി രക്ഷിക്കുന്നതിൽ വലിയ സംഭാവനകൾ നൽകുകയും നാടൻ വിത്തുകൾ സംരക്ഷിക്കുകയും ചെയ്ത ഗോത്ര കർഷകയാണ് കമല പൂജാരി. 2024 ജൂലൈയിൽ അന്തരിച്ച ജൈവ കൃഷി രക്ഷിക്കുന്നതിൽ വലിയ സംഭാവനകൾ നൽകുകയും നാടൻ വിത്തുകൾ സംരക്ഷിക്കുകയും ചെയ്ത ഗോത്ര കർഷകയാണ് കമല പൂജാരി. 53ാമത് GST കൗൺസിൽ യോഗത്തിൽ GSTയിൽ നിന്നും ഒഴിവാക്കിയ സേവനങ്ങൾ, റെയിൽവേ സേവനങ്ങൾ, അതുപോലെ വിദ്യാർത്ഥി ഹോസ്റ്റൽ. 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ സ്ഥാനം 82-ആണ്. 1-ാം സ്ഥാനം സിംഗപ്പൂരിനാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന ബഹുമതി സ്വന്തമാക്കിയത് നിർമ്മല സീതാരാമൻ. റോസരിറ്റ എന്ന നോവലിന്റെ രചയിതാവ് റോസരിറ്റ അനിത ദേശായി. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ പ്രമേയം വികാസ ഭാരതം.
കുംഫിയുദയ് ഏത് വിളയുടെ സങ്കരയിനമാണ്? കുംഫിയുദയ് ഉരുളക്കിഴങ്ങിൻ്റെതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ 1933. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിൽ 22,000 പുസ്തകങ്ങൾ വികസിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രാലയവും യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനും ആരംഭിച്ച പദ്ധതിയാണ് അസ്മിത. പദ്ധതിയുടെ പേര് അസ്മിത. കൊതുകുകളിലൂടെയും മണൽ ഈച്ചകളിലൂടെയും പകരുന്ന അപൂർവ രോഗമായ ചാന്ദിപുര വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്ത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ 100ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി എത്ര രൂപയുടെ പ്രത്യേക സ്മാരക നാണയമാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയത്? 100 രൂപയുടേതാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്കുകപ്പൽ സാൻ ഫെർണാണ്ടോ. 2024 ഹലോ ഓർബിറ്റൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരാഭ്യാസം ആദിത്യ L1 ആണ്. ആദിത്യ L1. പ്രമുഖ റിസർച്ച് സ്ഥാപനമായ സാവിൽസ് നടത്തിയ വാർഷിക സർവേ പ്രകാരം ലോകത്തിലെ അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ 1ാമതെത്തിയ ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു. 2024 ഗ്ലോബൽ ഇന്ത്യ AI ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹി. രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമം പൂർണ്ണമായി നടപ്പിലാക്കിയ ആദ്യ ഭരണകേന്ദ്രം ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡ്. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക 2023-24 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങളാണ് കേരളം, ഉത്തരാഖണ്ഡ് എന്നിവ. 2024 ജൂലൈയിൽ റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്പോസ്തലൻ ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ്. നരേന്ദ്രമോദി. ലഡാക്ക് പർവ്വത പ്രദേശത്ത് വിന്യസിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്ക് സൊരാവറാണ്. സൊരാവർ. ഇന്ത്യയുടെ 30ാമത് കരസേന മേധാവിയായിട്ട് ചുമതലയേറ്റത് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് 2024 ജൂലൈ 1 2024 ജൂലൈ 1 മുതൽ IPCക്ക് പകരം പ്രാബല്യത്തിൽ വന്ന നിയമം ഭാരതീയ ന്യായ സംഹിത. അവസാനത്തെ ചോദ്യം. 2024 ജൂലൈ 1 മുതൽ CRPCക്ക് പകരം പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമമാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. എല്ലാം തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. PSC ബുള്ളറ്റിനിൽ സ്പെഷ്യലായിട്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്